ലൈക്കാണല്ലോ ഞാൻ ആ വീഡിയോക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ പാട്ടും അപ്ലോഡ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങളത് 200 ലൈക്ക് എത്തിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പാട്ടും അപ്ലോഡ് ചെയ്യാൻ പോകണം. പിന്നെ ഈ സ്റ്റഡി മെത്തേഡ് എഫക്റ്റീവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം. NCERT ലൈൻ ബൈ ലൈൻ, എൻട്രൻസ് പിള്ളേരാണെങ്കിൽ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓരോ ലൈൻ പോലും നമ്മൾ വിടരുത്. അപ്പോൾ ഓരോ ലൈനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്ന ടൈപ്പിലാണ് നമ്മളിപ്പോൾ പഠിച്ചു പോകുന്നത്. സോ ഹോപ്പ് യു ആർ എൻജോയിങ് ഇറ്റ്. ആൻഡ് പാർട്ട് 2 ഇതാ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക്. സോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഗമറ്റോജെനസിസ് അല്ലേ. അപ്പോൾ ഗമറ്റോജെനസിസ് ഈ ഒരു പാരഗ്രാഫിൽ മൊത്തമായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗമറ്റോജെനസിസ്. പക്ഷേ ഗമറ്റോജെനസിസ് പഠിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് അപ്പോൾ ഈ മെയിൽ ഗാമറ്റ് ഫോം ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റോജെനസിസ്. ഫീമെയിൽ ഗാമറ്റിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഊജെനസിസ്. ബേസിക്കലി കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അതിന്. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഫേസ് ഉണ്ട്, ഗ്രോത്ത് ഫേസ് ഉണ്ട്, മെച്ചുറേഷൻ ഫേസ് ഉണ്ട്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ. പക്ഷേ NCERT സെൻറ്റൻസുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഞാൻ ഒരു ഫ്ലോ ചാർട്ട് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് NCERT വായിച്ച് നോക്കാം എന്താ സംഭവം എന്ന്. ആദ്യം തന്നെ നമുക്കറിയാം നമ്മുടെ കയ്യിൽ സ്പെർമാറ്റോഗോണിയ ഉണ്ട്. സ്പെർമാറ്റോഗോണിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2N ആയിരിക്കും. അതായത് അത് ഡിപ്ലോയിഡ് ആയിരിക്കും എന്നർത്ഥം. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 23 പെയർസ് ഓഫ് ക്രോമസോംസ് ഉണ്ടായിരിക്കും. 23 പെയർസ് ഓഫ് ക്രോമസോംസ് ആണ് അതിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തായത് സ്പെർമാറ്റോഗോണിയ അണ്ടർഗോസ് ഇക്വേഷണൽ ഡിവിഷൻ. അപ്പോൾ ഇത് ആദ്യം തന്നെ വരുന്ന ഫേസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഫേസാണ്. ഇത് ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 തരം സെൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഒന്ന് ടൈപ്പ് A, ടൈപ്പ് B. ടൈപ്പ് A സ്പെർമാറ്റോഗോണിയ ഉണ്ട്, ടൈപ്പ് B സ്പെർമാറ്റോഗോണിയ ഉണ്ട്. അപ്പോൾ ടൈപ്പ് A സ്പെർമാറ്റോഗോണിയ ജസ്റ്റ് ഒരു റിസർവ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഇനി ഈ ടൈപ്പ് A സ്പെർമാറ്റോഗോണിയ ഡിവൈഡ് ചെയ്തിട്ട് എന്താകും, വീണ്ടും എക്സ്ട്രാ സ്പെർമാറ്റോഗോണിയത്തിനെ ഉണ്ടാക്കും. അതായത് കൂടുതൽ സ്പെർമിന് പ്രൊഡക്ഷന് സഹായിക്കും. പക്ഷേ ഈ ടൈപ്പ് B സ്പെർമാറ്റോഗോണിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പെർമായിട്ട് കൺവേർട്ട് ആവും. അതായത് ഇനി എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്പെർമാറ്റോഗോണിയ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അപ്പോൾ എന്താ ഡിവിഷൻ ഇവിടെ നടക്കുന്നത്, മൈറ്റോസിസ് ആണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ ടൈപ്പ് B സ്പെർമാറ്റോസൈറ്റ് undergoes growth to form a larger primary spermatocyte. അപ്പോൾ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അവിടെ ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ പ്ലോയിഡി എന്തായിരിക്കും, ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ? ഓഫ് കോഴ്സ് ഇവിടെ നമുക്ക് മൈറ്റോസിസ് ആണ് നടന്നത്. മിയോസിസ് നടന്നാൽ മാത്രമേ 2N ആവുള്ളൂ അല്ലേ. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ച 2N ആവണമെങ്കിൽ അവിടെ മിയോസിസ് നടക്കണം. പക്ഷെ മൈറ്റോസിസ് നടന്നത് കാരണം തന്നെ ഇവിടെയും നമുക്ക് 23 പെയർസ് ഓഫ് ക്രോമോസോം. ഇനിയാണ് ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഇനിയാണ് നമ്മുടെ മെയിൻ ഡിവിഷൻ, ദാറ്റ് ഈസ് മിയോസിസ് ഇവിടെ നടക്കാൻ പോവുക പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ. അപ്പം മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1ൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അതാണ് എന്താ പറയുക, ക്രോമസോമിൻ്റെ പ്ലോയിഡി 2Nൽ നിന്ന് N ആക്കുക. മിയോസിസ് 2ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ NN ആയിരിക്കും. അതാണ് സംഭവം. അപ്പം നമുക്ക് നോക്കാം. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് വീണ്ടും സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൻ്റെ പ്ലോയിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2N ആണ്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൻ്റെ പ്ലോയിഡി N ആയിരിക്കും. അപ്പോൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് N ആയിട്ട് മാറും. അപ്പം നമുക്കറിയാം ഇവിടെ 23 പെയർ അല്ലേ ഇവിടെ. അപ്പോൾ ഇവിടെ 23 ക്രോമസോംസ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കണം. അതായത് 22 + X അല്ലെങ്കിൽ 22 + Y. ഓക്കെ, അത് കഴിഞ്ഞ് ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് വീണ്ടും ഡിവൈഡ് ചെയ്യും. ദ ഡിവിഷൻ ഈസ് മിയോസിസ്. ഇവിടെ മിയോസിസ് 1 ആണ് നടന്നത്. അതിനുശേഷം ഇവിടെ നടക്കുന്നത് മിയോസിസ് 2 ആണ് നടക്കുന്നത്. അപ്പം എന്നിട്ട് 4 ഹാപ്ലോയിഡ് സെൽസിനെ ഫോം ചെയ്യും. ഈ 4 ഹാപ്ലോയിഡ് സെൽസിനെ ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഡിവിഷൻ മിയോസിസ് 2 ആണ്. ഈ ഹാപ്ലോയിഡ് സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റിഡ്സ് എന്നാണ് നമ്മൾ ഈ ഹാപ്ലോയിഡ് സെൽസിനെ വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും ഓക്കെ ആയില്ലേ? എന്നിട്ട് ഈ ഉണ്ടായ ഓരോ സ്പെർമാറ്റിഡ്സും അണ്ടർഗോ ഡിഫറൻഷിയേഷൻ ടു ഫോം സ്പെർമാറ്റോസോവ. ടേംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെർമാറ്റോസോവ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള തിയറി. ഇനി നമുക്ക് NCERT ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെർമിയോജെനസിസ്, ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ്
to spermatozoa is termed as what? സ്പെർമിയോജെനസിസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. സ്പെർമിയോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്പെർമാറ്റിഡ്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സ്പെർമാറ്റോസോവ ബൈ ദ പ്രോസസ് കാൾഡ് സ്പെർമിയോജെനസിസ്. ഇനി നമുക്ക് ഗാമറ്റോജെനസിസ് ഒന്ന് വായിച്ചു നോക്കാം. എന്താ സംഭവം? The primary sex organs, the testis in male and ovary in female, produces gametes. അതായത് സ്പേം ആൻഡ് ഓവം റെസ്പെക്റ്റീവ്ലി ബൈ ദ പ്രോസസ് കാൾഡ് ഗാമറ്റോജെനസിസ്. നമ്മൾ പറഞ്ഞാണ് ഗാമറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. പ്രൊഡക്ഷൻ ഓഫ് സ്പേം ആൻഡ് ഓവ ബൈ എന്താ പറയുക നമ്മുടെ ടെസ്റ്റിസും ഓവറിയുമാണ്. ഇൻ ടെസ്റ്റിസ് ദ ഇമ്മച്യൂർ മെയിൽ സെൽസ്, അതായത് നമ്മുടെ സ്പെർമാറ്റോഗോണിയ. അപ്പോൾ ടെസ്റ്റിസിൽ നമുക്കറിയാം ഇമ്മച്യൂർ മെയിൽ സെൽസ് സ്പെർമാറ്റോഗോണിയ. അതാണ് ഈ പ്രശ്നം, അല്ല അതാണ് ഈ എന്താ പറയുക പ്രോസസ്സ് മൊത്തം ഇനീഷ്യേറ്റ് ചെയ്യുന്നത് കേട്ടോ. പ്രൊഡ്യൂസസ് സ്പേം ബൈ സ്പെർമാറ്റോജെനസിസ്. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോസസ്സാണ് സ്പെർമാറ്റോജെനസിസ്. ദാറ്റ് ബിഗാൻസ് അറ്റ് പ്യൂബർട്ടി. അപ്പോൾ സ്പെർമാറ്റോജെനസിസ് ബിഗാൻസ് അറ്റ് പ്യൂബർട്ടി എന്നുള്ളത് ഒരു സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട പോയിൻ്റാണ്. കാരണം നമ്മുടെ ഊജെനസിസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? മറ്റേ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഊജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉള്ളതുകൊണ്ട് തന്നെ അതൊരു മേജർ ഡിഫറൻസ് ആണ് ബിറ്റ്വീൻ സ്പെർമാറ്റോജെനസിസ് ആൻഡ് ഊജെനസിസ്. അതുകൊണ്ട് തന്നെ സ്പെർമാറ്റോജെനസിസ് ബിഗാൻസ് അറ്റ് പ്യൂബർട്ടി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ഇൻ NCERT. അപ്പോൾ NCERT നമ്മൾ ലൈൻ ബൈ ലൈൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുക. ദ സ്പെർമാറ്റോഗോണിയ പ്രസൻറ്റ് ഓൺ ദ ഇൻസൈഡ് വാൾ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. നമുക്കറിയാം എന്ത് സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഒന്നും കൂടെ ആ സെൻറ്റൻസ് വരുന്നുണ്ട്. സ്പെർമാറ്റോഗോണിയ പ്രസൻറ്റ് ഓൺ ദ ഇൻസൈഡ് വാൾ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് മൾട്ടിപ്ലൈഡ് ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ. എന്നിട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ, ഈ ഡിവിഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മൈറ്റോട്ടിക് ഡിവിഷൻ നേരത്തെ നമ്മൾ ആ ഫ്ലോ ചാർട്ട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മൈറ്റോട്ടിക് ഡിവിഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ. ഡിവൈഡ് ചെയ്യുക മാത്രമല്ല, മൈറ്റോട്ടിക് ഡിവിഷൻ ചെയ്യുമ്പോൾ അത് ഇൻക്രീസ് ഇൻ നമ്പർ ചെയ്യും. എന്നിട്ട് ടൈപ്പ് എ ടൈപ്പ് ബി സെൽസ് ആവുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞാണ്. ഈ സ്പെർമാറ്റോഗോണിയ ഈസ് ഡിപ്ലോയിഡ്. അവർ ഡിപ്ലോയിഡ് ആണ് ആൻഡ് കണ്ടെയ്ൻ 46 ക്രോമസോം അല്ലെങ്കിൽ 23 പെയർസ് ഓഫ് ക്രോമസോം. അത് കഴിഞ്ഞിട്ട് സം ഓഫ് ദ സ്പെർമാറ്റോഗോണിയ കാൾഡ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. അപ്പം പീരിയോഡിക്കലി അണ്ടർഗോസ് മിയോസിസ്. അപ്പോൾ ഇത് ഭയങ്കര ഗ്രോ ആയി. ഈ സ്പെർമാറ്റോഗോണിയ എന്താ പറയുക മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് ടൈപ്പ് എ ടൈപ്പ് ബി ആയി. അതിനുശേഷം അത് ഗ്രോ ചെയ്തതിന് ശേഷം അത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റായി. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റാണ് ഇനി മിയോസിസ് നടക്കാൻ പോകുന്നത്. മിയോട്ടിക് ഡിവിഷൻ നടക്കാൻ പോകുന്നത് ഇനി പ്രൈമറി സ്പെർമാറ്റോസൈറ്റിലാണ്. അപ്പം primary spermatocytes periodically undergo meiosis. A primary spermatocyte completes the first meiotic reduction division, leading to the formation of two equal haploid cells, secondary spermatocytes, which have only 23 chromosomes each. അതായത് ആദ്യം തന്നെ 23 പെയർസ് ഓഫ് ക്രോമസോം അല്ലായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഏത് സ്പെർമാറ്റോഗോണിയത്തിന്. അപ്പോൾ അത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആകുമ്പം അത് 23 ക്രോമസോം ആകും. അതായത് 2n ആകും. പകുതി ക്രോമസോമായി, പെയർ 23 ആയി. കണ്ടോ, മനസ്സിലായല്ലേ? ദ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് അണ്ടർഗോസ് ദ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ടു പ്രൊഡ്യൂസ് 4 ഈക്വൽ ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ്. അപ്പോൾ ദ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം മീൻസ് സ്പെർമാറ്റിഡ്സ് എത്രയായിരിക്കും? അപ്പം 23 വെറും 23. മനസ്സിലായോ? പെയർ വരുന്നില്ല. 23 പെയർ ഓഫ് ക്രോമസോം എന്ന് പറയണമെങ്കിൽ അത് നമ്മൾ പറയുന്നത് സ്പെർമാറ്റോഗോണിയത്തിനെ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിനെ ആയിരിക്കണം. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് തൊട്ട് അവർ 23 മാത്രം, 23 ക്രോമസോം. മനസ്സിലായോ? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ ഞാനിപ്പോൾ പറയുന്ന ആ സംഭവം. മിയോസിസും മൈറ്റോസിസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അതും ഇമ്പോർട്ടൻ്റാണ്. കാരണം നമ്മൾ +1 പഠിക്കുന്ന ഒരു സംഭവമാണ് അത്. പക്ഷേ എന്നാൽ കൂടി ഇനി അങ്ങോട്ട് എല്ലാ ചാപ്റ്ററിലും ഏകദേശം ഉള്ള ഒരു സംഭവമാണ് മിയോസിസും മൈറ്റോസിസും. ബേസിക്കായിട്ട് ഒന്നുമില്ല. 2n ആക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവിഷനാണ് എന്ത്? മിയോസിസ്. 2n ആക്കി തന്നെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവിഷനാണ് എന്ത്? മൈറ്റോസിസ്. അത്രയേ ഉള്ളൂ, ബേസിക്കായിട്ട് അത്രയേ ഉള്ളൂ. അത്രയും അറിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്രയും കാര്യം ശരിക്കും പഠിക്കാൻ പറ്റും. അടുത്ത സെൻറ്റൻസ് കേട്ടോ. ദ സ്പെർമാറ്റിഡ്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ
സ്പേംസ്. ഈ സ്പെർമാറ്റിഡ്സിനെ സ്പെർമാറ്റോസോവയാക്കി കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? സ്പെർമിയോജെനസിസ്. ബൈ ദ പ്രോസസ് കാൾഡ് സ്പെർമിയോജെനസിസ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ഇപ്പോൾ തന്നെ ബൈ ഹാർട്ട് ചെയ്തു. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് സ്പെർമാറ്റിഡ്സ് ആണ്. സ്പെർമാറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റാണ്. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിനെ നമ്മൾ സ്പെർമാറ്റോസോവയായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്പേമും. ഈ സ്പേമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജെനസിസ്. സ്പെർമിയോജെനസിസ് അതാണ് പ്രോസസ്സ്. ആഫ്റ്റർ സ്പെർമിയോജെനസിന് ശേഷം സ്പേം ഹെഡ് ബിക്കംസ് എംബഡഡ് ഇൻ സെർട്ടോളി സെൽസ്. നമുക്കറിയാം നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ അകത്ത് സെർട്ടോളി സെൽസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സെർട്ടോളി സെൽസിലേക്ക് അത് എംബഡഡ് ചെയ്യും. എന്തിന്? നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഹെഡ് തല പോയിട്ട് സെർട്ടോളി സെൽസിൻ്റെ ഉള്ളിലേക്ക് എംബഡാവും. എന്തിന്? നറിഷ്മെൻറ്റ് പോയിട്ട്. ആർ ഫുള്ളി റിലീസ്ഡ് ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾസ് ബൈ ദ പ്രോസസ് കാൾഡ് സ്പെർമിയേഷൻ. അപ്പോൾ ഈ സ്പെർമിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർട്ടോളി സെൽസിൻ്റെ അകത്തുനിന്ന് ഈ സ്പേമിൻ്റെ തല പുറത്തേക്ക് വരുന്ന ഒരു പ്രോസസ്സ്. അതായത് ഫൈനലി റിലീസ്ഡ് ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂൾ. അപ്പം ഈ സ്പേം ഫൈനലി നമ്മുടെ എന്താ പറയുക സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്പെർമിയേഷൻ. അപ്പോൾ ഈ വാക്കുകൾ കണ്ടോ, സ്പെർമിയേഷനും സ്പെർമിയോജെനസിസും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം അവസാനം നടക്കുന്നത് സ്പെർമിയേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. എന്തായാലും അങ്ങനെ ഓർത്തിരുന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ ഉണ്ടാവും. ഒന്നും ഓർമ്മയില്ലെങ്കിൽ ചിലപ്പോൾ അതെങ്കിലും കിട്ടും. ഡയഗ്രത്തിൽ കൃത്യമായിട്ട് കാണാം നമ്മുടെ സ്പേം അല്ലെങ്കിൽ സ്പെർമാറ്റോസോവയുടെ ഹെഡ് കണ്ടോ സെർട്ടോളി സെൽസിലേക്ക് എംബഡഡ് ആയിട്ടിരിക്കുന്നത്. ഈ ഡയഗ്രത്തിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സെക്ഷണൽ വ്യൂ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂളാണ്. നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഒരു സെക്ഷണൽ എൻലാർജ്ഡ് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ +1 പോവാണ് കേട്ടോ. സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട്സ് അറ്റ് ദ ഏജ് ഓഫ് പ്യൂബർട്ടി ഡ്യൂ ടു സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ ദ സെക്രീഷൻ ഓഫ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ GnRH. അപ്പോൾ GnRH എന്ന് പറഞ്ഞ ഹോർമോൺ എവിടുന്നാണ് വരുന്നത്? ഫ്രം ദ ഹൈപ്പോതലാമസ്. അപ്പോൾ ഈ ഹൈപ്പോതലാമസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് എന്ത്? GnRH. അപ്പോൾ ഈ GnRH എന്ന് പറഞ്ഞാൽ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണാണ്. അതെന്നിട്ട് പോയിട്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ പോയിട്ട് എഫക്റ്റ് ചെയ്യും. ഈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്നിട്ട് LHും FSHും സെക്രീറ്റ് ചെയ്യും. ഈ LH പോയിട്ട് LL നോർക്കുക നിങ്ങൾ ലേഡിക് സെൽസിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അത് ആൻഡ്രോജനെ ഉണ്ടാക്കും. FSH ആണെങ്കിലോ സെർട്ടോളി സെൽസിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. ഇനി നമുക്ക് സമയം കളയാതെ വായിച്ചു നോക്കാം. അപ്പം എന്താ നമ്മൾ ഈ വായിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോണേ. ദിസ് ഇഫ് യു റീകാൾ ഓക്കെ, അതൊരു ഹൈപ്പോതലാമിക് ഹോർമോൺ ആണ്. ഏത്? ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ ഒരു ഹൈപ്പോതലാമിക് ഹോർമോൺ ആണ്. ദ ഇൻക്രീസ് ലെവൽ ഓഫ് ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ ദെൻ ആക്ട് ഓൺ ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ആൻറ്റീരിയർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ്, ഓർക്കണം. And stimulate secretion of 2 gonadotrophin luteinizing hormone LH and follicular stimulating hormone FSH. LH act on Leydig cells and stimulates synthesis and secretion of androgens. Androgen in turn stimulate the process of spermatogenesis. അപ്പം രണ്ടും സ്പെർമാറ്റോജെനസിസിന് സഹായിക്കുന്ന പ്രോസസ്സാണെന്നുള്ള കാര്യം ഓർക്കണം. രണ്ടും മത്ലബ് LHും FSHും സ്പെർമാറ്റോജെനസിസിന് സഹായിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. FSH ആക്ട് ഓൺ സെർട്ടോളി സെൽസ് ആൻഡ് സ്റ്റിമുലേറ്റ്. അപ്പോൾ FSH സെർട്ടോളി സെൽസിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എന്താ സ്റ്റിമുലേറ്റ് ചെയ്യുക? അത് സ്പെർമിയോജെനസിസിനാണ് ഹെൽപ്പ് ചെയ്യുക. ആൻഡ് secretion of some factor helps in the process of spermiogenesis. അപ്പോൾ സ്പെർമിയോജെനസിസിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ സ്പെർമിയോജെനസിസ് എന്താണെന്ന്? സ്പെർമിയോജെനസിസ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ടു സ്പെർമാറ്റോസോവ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് സ്പേമിൻ്റെ സ്ട്രക്ചറിലേക്ക് കടക്കാം. ലെറ്റ് എക്സാമിൻ ദ സ്പേം. ദ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ കമ്പോസ് ഓഫ് ഹെഡ് ഉണ്ട് കണ്ടോ? ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, പിന്നെ ടെയിൽ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടൊരു സ്പേമിലുള്ളത്. അപ്പോൾ സ്പേം വരയ്ക്കാനൊക്കെ ചോദിക്കാറുണ്ട്. +2 ഞങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്പേമും പിന്നെ ഇതുമാണ് വരയ്ക്കാൻ മെയിനായിട്ട് ചോദിക്കാറ്. പക്ഷേ ഇതുമാണ് മെയിനായിട്ട് വരയ്ക്കാൻ ചോദിക്കാറ്, നമ്മുടെ സെക്ഷൻ ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. പക്ഷേ എൻട്രൻസ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഓരോ ലൈൻ ബൈ ലൈൻ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് പഠിക്കണം. കാരണം എവിടെ നിന്ന് വേണമെങ്കിലും ട്വിസ്റ്റായിട്ട് സിംഗിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം.
എ പ്ലാസ്മ മെംബ്രെയിൻ എൻവലപ്സ് ദ ഹോൾ ബോഡി ഓഫ് ദ സ്പേം, അതായത് ഒരു ജെല്ലി ലൈക്ക് കവറിങ് നമ്മുടെ സ്പേമിന് ചുറ്റുമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദ സ്പേം ഹാസ് കണ്ടെയ്ൻസ് എൻ ഇലോങ്ങേറ്റഡ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്. നമുക്കറിയാം സ്പേമിൻ്റെ ന്യൂക്ലിയസ് N ആയിരിക്കും, അറിയാമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. ദ ആൻറ്റീരിയർ പോർഷൻ, അതായത് ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ട് വരും പോർഷൻ, വിച്ച് ഈസ് കവേർഡ് ബൈ എ ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ആക്രോസോം. കണ്ടോ, ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, ആക്രോസോം. ദ ആക്രോസോം ഈസ് ഫിൽഡ് വിത്ത് എൻസൈംസ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഫെർട്ടിലൈസേഷൻ ഓഫ് ഓവ. അപ്പോൾ ഈ ഓവത്തിന് നല്ല കവറിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കവറിങ് ഒക്കെ പൊട്ടിക്കണമെങ്കിൽ നമ്മുടെ ഈ ആക്രോസോമിൽ സെർട്ടൻ എൻസൈംസ് ഉണ്ടാവും. അപ്പോൾ ഈ എൻസൈംസ് ആണ് എന്താ പറയുക, ഈ സ്പേമിനെ ഓവത്തിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി സഹായിക്കുന്നത്. ദ മിഡിൽ പീസ് പ്രോസസ്സസ് ന്യൂമറസ് മൈറ്റോകോൺട്രിയ, അതായത് കുറേ നീന്തി പോകണം നമ്മുടെ സ്പേമിന് ഓവത്തിൽ എത്തണമെങ്കിൽ. അപ്പം ആംബിൾ വരെ എത്തണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനർജി ഒരുപാട് വേണം. അപ്പോൾ ഈ മൈറ്റോകോൺട്രിയ ഒരുപാടുള്ളത് കാരണമാണ് എന്താ പറയുക നമ്മുടെ സ്പേമിനോട് എത്താൻ പറ്റുന്നത്. അത് നമ്മുടെ മിഡിൽ പീസിലാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടെ ഓർക്കണം. വിച്ച് produces energy for the movement of tail that facilitates sperm motility essential for fertilization. The human male ejaculates 200 to 300 million sperms during coitus, which for normal fertility at least 60% sperms എങ്കിലും നോർമൽ ഷേപ്പ് ആൻഡ് സൈസിൽ വേണം. പിന്നെ 40% സ്പേംസ് മസ്റ്റ് ഷോ വിഗറസ് മോട്ടിലിറ്റി, പറഞ്ഞാൽ ഭയങ്കര മോട്ടൈലായിരിക്കണം, ഭയങ്കര പവർഫുൾ മോട്ടൈലേഴ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നീന്തിപ്പോകാനുള്ള കഴിവ് വേണം. അതാണ് സംഭവം. അപ്പോൾ ഈ ഒരു 60-40% ആ സംഭവമൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്യാതെ ചോദിക്കാറുണ്ട് കേട്ടോ. ഏത് നമ്മൾ എൻട്രൻസ് പിള്ളേരെ, അതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ് സംഭവം. ആ സംഭവം 60% ഓഫ് സ്പേംസ് മസ്റ്റ് ഹാവ് നോർമൽ ഷേപ്പ് ആൻഡ് സൈസ്, പക്ഷെ 40% ഷുഡ് ഷോ വിഗറസ് മോട്ടിലിറ്റി എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. പിന്നെ സ്പേംസ് റിലീസ്ഡ് ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആർ ട്രാൻസ്പോർട്ടഡ് ബൈ ദ ആക്സസറി ഡക്ട്. Secretions of epididymis and vas deferens, seminal vesicles and prostrate are essential for maturation and motility of the sperm. അപ്പം നമുക്ക് ഈ സംഭവം, ഈ സെൻറ്റൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായിട്ട് നോക്കിയതാണ്. അപ്പം കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്ന് പോയി കാണാം. അപ്പം ദ സെമിനൽ പ്ലാസ്മ എലോങ് വിത്ത് സ്പേം കോൺസ്റ്റിറ്റ്യൂട്ട് സെമൻ. ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് കേട്ടോ. ദ സെമിനൽ പ്ലാസ്മ എലോങ് വിത്ത് സ്പേം കോൺസ്റ്റിറ്റ്യൂട്ട് സെമൻ കേട്ടോ. അപ്പോൾ സെമൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല, സ്പേമും സെമിനൽ പ്ലാസ്മയും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് എല്ലാം വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് സെമൻ അങ്ങനെയല്ല ചോദിക്കുക, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ചോദിക്കുക എൻട്രൻസിൽ. അത് നിങ്ങളൊന്ന് ഓർക്കുക. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് ഓർത്തിരുന്നോ, സെൻറ്റൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദ ഫങ്ഷൻസ് ഓഫ് മെയിൽ സെക്സ് ആക്സസറി ഡക്ട് ആൻഡ് ഗ്ലാൻസ് ആർ മെയിൻറ്റെയിൻഡ് ബൈ ടെസ്റ്റിക്കുലാർ ഹോർമോൺസ് ആൻഡ്രോജൻസ്. അപ്പോൾ ആൻഡ്രോജൻസിൻ്റെ കാര്യം ഇവിടെ ഓക്കെ ആയി. അത് കഴിഞ്ഞ് നമുക്ക് ഊജൻസസ് പഠിക്കാനുണ്ട്. അതിന് മുന്നേ തന്നെ ഇത് നോക്ക്, ഇങ്ങനെയാണ് ഈ ഡയഗ്രാമാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. അതായത് നമ്മുടെ സ്പെർമാറ്റോഗോണിയ മൈറ്റോസിസ് നടന്നിട്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഫോം ചെയ്യും. അത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഫോം ചെയ്യും. ഇത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൻ്റെ പ്ലോയിഡി എന്താ, N ആണോ 2N ആണോ? N, അതായത് ഹാപ്ലോയിഡ്. സ്പെർമാറ്റോസിൻ്റെ പ്ലോയിഡി എന്താ, N. അപ്പോൾ ഇത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് അത് സ്പെർമാറ്റോഡ് ഫോം ചെയ്യും. അത് ഡിഫറൻഷിയേഷൻ നടന്നിട്ട് സ്പെർമാറ്റോസോവ ഫോം ചെയ്യും. സ്പെർമാറ്റിഡ്സ് ഫ്രോം സ്പെർമാറ്റോസോവ ബൈ ഡിഫറൻസിയേഷൻ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ, സ്പെർമിയോജെനസിസ്. ഓർത്താ നല്ലത്, ഇത് ഓർക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്പെർമിയോജെനസിസും സ്പെർമിയേഷനും എപ്പോഴും മാറി മാറി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്കൊരു കാര്യം അറിയാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡയഗ്രാമാണ്. ഈ ഡയഗ്രാം ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് NCERT ലൈൻ ബൈ ലൈൻ വായിച്ചു നോക്കാം. അപ്പം ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ സൈഡിൽ നിന്ന് നോക്കുക. ബട്ട് ഇതൊരു മെയിലാണ് കേട്ടോ, ഇതൊരു ഫീമെയിലാണ്. എങ്ങനെ നമുക്ക് മനസ്സിലായി ഇത് ഫീമെയിലാണെന്ന്? കാരണം ഇവിടെ നമുക്ക് യൂട്രസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂട്രസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യം ഓക്കെ ആയി. ഈ പേഴ്സണെ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ഓക്കെ ആയി. ലൈക്ക് ദിസ് പേഴ്സൺ ഈസ് കട്ട് ലൈക്ക് ദിസ്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നോക്കുന്നത്. അപ്പോൾ ബാക്ക് വശം കണ്ടോ, ഇതാണ് ബാക്ക് വശം. ബാക്ക് ഇത്, ഫ്രണ്ട് ഇത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും എങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഹിപ്പ് ബോൺ ഉള്ളത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഹിപ്പ് ബോൺ ഉള്ളത്. ഹിപ്പ് ബോൺ, 2 ഹിപ്പ് ബോൺ ഉണ്ട് നമുക്ക് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്. അപ്പോൾ ഈ ഹിപ്പ് ബോൺ രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുന്ന സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്യൂബിക് സിംഫൈസിസ്. അപ്പോൾ ഈ 2 ഹിപ്പ് ബോണും ഇങ്ങനെ ഇരിക്കുക. ഈ 2 ഹിപ്പ് ബോണും കൂടെ ഫ്യൂസ് ചെയ്യുന്ന സ്ഥലം നമ്മൾ വിളിക്കുന്ന പേരാണ് പ്യൂബിക് സിംഫൈസിസ്. കണ്ടോ, എൻ്റെ തള്ളവരൽ കണ്ടോ നിങ്ങൾ? അത് രണ്ടുമാണ് ഇങ്ങനെ ഫ്യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്യൂബിക് സിംഫൈസിസ്. അപ്പോൾ ഇത്
ഫ്രണ്ട് വശമാണെന്ന് മനസ്സിലായി. പിന്നെ ഇത് നമ്മുടെ ഗ്ലൂട്ടിയൽ റീജിയൺ, അതായത് ബാക്ക് വശം. കണ്ടോ, ഇതാണ് നമ്മുടെ ബാക്ക് വശം. അപ്പോൾ ഇത്രയും കാര്യം ഓക്കെ. ഇത് ഫ്രണ്ട് വശം, ഇത് ബാക്ക് വശം. നമ്മൾ ഇങ്ങനെയാണ് ഹ്യൂമനെ കട്ട് ചെയ്തത് എന്നുള്ള കാര്യം കൂടെ ഓർക്കണം. അത് കഴിഞ്ഞിട്ട് ബേസിക് ആയിട്ടുള്ള അടുത്ത കാര്യം, ഇത് യൂറിനറി ബ്ലാഡർ. ഈ പ്യൂബിക് സിംഫൈസിസിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണുന്നത് യൂറിനറി ബ്ലാഡർ. അതിൻ്റെ മുകളിലായിട്ട് ഒരു പിയർ ഷേപ്ഡ് ഓർഗൻ, അല്ല ഇൻവേർട്ടഡ് പിയർ ഷേപ്ഡ് ഓർഗൻ ആണ് നമ്മുടെ യൂട്രസ്. അപ്പം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് യൂട്രസ് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റും. കൂടാതെ തന്നെ നമുക്കിവിടെ റെക്റ്റവും കാണാൻ പറ്റുന്നുണ്ട്, ആനസും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫീമെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ വിച്ച് ഇൻക്ലൂഡ്സ് ലാവിയ മെജോറ, ലാവിയ മൈനോറ, വെജൈനൽ ഓറഫേസും പിന്നെ ക്ലിറ്റോറസും. അപ്പോൾ ഈ ഡയഗ്രാം തന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് തന്നിട്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം കേട്ടോ. ലൈക്ക് ഇത് നമുക്കറിയാം യൂട്രസ് ആണെന്നും യൂട്രസിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് യൂറിനറി ബ്ലാഡർ ഉണ്ടെന്നും ഇവിടെ പ്യൂബിക് സിംഫൈസിസ് ഉണ്ടെന്നും. പക്ഷേ പ്യൂബിക് സിംഫൈസിസ് ഒക്കെ മാർക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. എന്തായാലും യൂട്രസ് ഇമ്പോർട്ടൻ്റ് ആണ്, സെർവിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. റെക്ടം ഇതാണെന്നും റെക്ടം ആനസായിട്ട് മാറുന്നുണ്ടെന്നും അത്രയൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം, ബേസിക്കാണ്. അപ്പോൾ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാം. ദ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഇൻക്ലൂഡ് മെയിനായിട്ട് മോംസ് പ്യൂബിക്സ്, ലാവിയ മെജോറ, ലാബിയ മൈനോറ, ഹൈമൻ, ക്ലിറ്റോറസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ എക്സ്റ്റേണൽ ഫീമെയിൽ ജെനൈറ്റാലിയ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ മോംസ് പ്യൂബിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂ കവേർഡ് ബൈ ദ സ്കിൻ ആൻഡ് പ്യൂബിക് ഹെയർ. അപ്പോൾ ഈ പ്യൂബിക് ഹെയർ അതാണ് നമ്മുടെ മോംസ് പ്യൂബിക്സ്. അതിൻ്റെ അടിയിലായിട്ട് കാണപ്പെടുന്ന ഫ്ലഷി ഫോൾഡ് ഓഫ് ടിഷ്യൂ വിച്ച് എക്സ്റ്റെൻഡ്സ് ഡൗൺ ദ മോംസ് പ്യൂബിസ് ആൻഡ് സറൗണ്ട്സ് ദ വെജൈനൽ ഓപ്പണിംഗ് ആണ് നമ്മുടെ ലാബിയ മെജോറ. അത് കഴിഞ്ഞിട്ട് ലാബിയ മൈനോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാബിയ മെജോറേൻ്റെയും അടിയിലായിട്ട് കാണപ്പെടുന്ന പെയർഡ് ഫോൾഡ് ഓഫ് ടിഷ്യൂ ആണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആർ ദ പെയർഡ് ഫോൾഡ് ഓഫ് ടിഷ്യൂ അണ്ടർ ലാബിയ മെജോറ. അത്രയേ ഉള്ളൂ സംഭവം, ഇത്ര കേട്ടോ. പിന്നെ അപ്പോൾ നമുക്കറിയാം ലാബിയ മൈനോറ 2 ഫോൾഡാണല്ലോ. ഈ ലാബിയ മൈനോറിൻ്റെ മുകളിലായിട്ടാണ് ലാബിയ മെജോറ ഉള്ളത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് മോംസ് പ്യൂബിസ് വരുന്നത് എന്നുള്ള കാര്യം. അവരുടെ മോംസ് പ്യൂബിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ എന്താ പറയുക പ്യൂബിക് ഹെയർ ഒക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. കൂടാതെ തന്നെ ബേസിക് ആയിട്ടുള്ള വേറൊരു കാര്യം പറയാം. ഈ ലാബിയ മൈനോറിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ജംഗ്ഷൻ, അത് 2 ഫോൾഡായിട്ടാണല്ലോ വരുന്നത്. അതിൻ്റെ ജംഗ്ഷനിൽ കാണപ്പെടുന്ന ഒരു ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ് ക്ലിറ്റോറസ്. മനസ്സിലായ ഒരു ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ് ക്ലിറ്റോറസ്. ജെനൈറ്റാലിയനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഹൈമൻ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെജൈന ഉണ്ടല്ലോ, ഈ വെജൈന ഓപ്പണിങ്ങിന് ചെറുതായിട്ടൊരു പാർഷ്യൽ മെംബ്രെയിനസ് കവറിങ് ഉണ്ട്. ഈ മെംബ്രെയിനസ് കവറിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈമൻ. അത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വെജൈനയുടെ ചുറ്റുമായിട്ട് എന്താ പറയുക ലാബിയ മൈനോറ, അതിൻ്റെ മുകളിലായിട്ട് ലാബിയ മെജോറ ഇസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് മറ്റേ ലാബിയ മോംസ് പ്യൂബിസ്. അത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു, ബേസിക്കാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു ഡയഗ്രാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത് ഇതാണ്. ദ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഇൻക്ലൂഡ് മോംസ് പ്യൂബിക്സ്, ലാബിയ മെജോറ, ലാബിയ മൈനോറ, ഹൈമൻ ആൻഡ് ക്ലിറ്റോറസ്. നമ്മൾ പഠിച്ചതാണ്, എക്സ്പ്ലെയിനും ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. മോംസ് പ്യൂബിസ് ഈസ് എ ക്യൂഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂ കവേർഡ് ബൈ സ്കിൻ ആൻഡ് പ്യൂബിക് ഹെയർ. ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്, ഓർക്കണം. ദ ലാബിയ മെജോറ ആർ ഫ്ലഷി ഫോൾഡ് ഓഫ് ടിഷ്യൂ വിച്ച് എക്സ്റ്റെൻഡ്സ് ഡൗൺ ടു ദ മോംസ് പ്യൂബിസ് ആൻഡ് സറൗണ്ട്സ് ദ വെജൈനൽ ഓപ്പണിംഗ്. ദ ലാബിയ മൈനോറ ആർ പെയർഡ് ഫോൾഡ് ഓഫ് ടിഷ്യൂ അണ്ടർ ദ ലാബിയ മെജോറ. The opening of the vagina is often covered partially by a membrane called as hymen. The clitoris is a tiny finger-like structure which lies at the upper junction of the 2 labia minora. Labia minora ആണെന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ, അത് ബേസിക്കാണ്, അത് ഓർക്കണം. കാരണം അവർ ലാബിയ മെജോറ വെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഏത് സെൻറ്റൻസാണ് ശരിയെന്ന് ചോദിച്ചിട്ട് ഈ ലാബിയ മൈനോറയ്ക്ക് പകരം അവിടെ മെജോറ ഇടാൻ ചാൻസ് ഉണ്ട്, അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ എബവ് ദ യൂറിത്രൽ ഓപ്പണിംഗ് ദ ഹൈമൻ ഈസ് ഓഫൻ തോൺ ഡ്യൂറിങ് ദ ഫസ്റ്റ് കോയിറ്റസ്. അതായത് ഇൻ്റർകോഴ്സിൻ്റെ സമയത്താണ് നമ്മുടെ ഈ ഹൈമൻ ബ്രേക്ക് ആവുക. പക്ഷേ അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, എന്ത് ഈ വെർജിനിറ്റിയുടെ ഒരു എന്താ പറയുക ഇൻഡിക്കേറ്റർ ആണോ ഈ ഹൈമൻ എന്ന്. അതാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. ഹൈമൻ ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി. കാരണം ഫസ്റ്റ് കോയിറ്റസിന് ശേഷം ചില വിമണിൽ ഈ ഹൈമൻ ഉണ്ടാവും.
കൂടാതെ തന്നെ ചില സമയത്ത് ഹോഴ്സ് റൈഡിങ്ങും സ്ട്രെയിനസ് ഇൻറ്റൻസീവ് വർക്കൊക്കെ ചെയ്യുന്ന ടൈമിൽ ഈ ഹൈമൻ, അതായത് നമ്മുടെ വെജൈനയുടെ കവറിങ്, ഒരു പാർഷ്യൽ മെംബ്രേനിയസ് കവറിങ് ഉണ്ടല്ലോ, അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഹൈമൻ ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി. ഒന്ന് വായിച്ചു നോക്കാം. ദ ഹൈമൻ ഈസ് ഓഫൻ ത്രോൺ ഡ്യൂറിങ് ഫസ്റ്റ് കോയിറ്റസ്. However, it can also be broken by sudden fall or jolt, insertion of vaginal tampon, active participation in some sports like horseback riding, cycling, etc. In some women, the hymen persists even after coitus. In fact, the presence or absence of hymen is not a reliable indicator of virginity or sexual experience. അപ്പോൾ virginity എന്ന് പറഞ്ഞാൽ sexual experience ആണ് സംഭവം. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഈ ഡയഗ്രാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചില സമയങ്ങളിൽ ഈ ഡയഗ്രാം വരയ്ക്കാനും ചോദിക്കാറുണ്ട് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം ഓർത്തിരിക്കാം. സോ ബേസിക്കലി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ NCERT ഫിഗർ 3.3 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒന്ന് വരയ്ക്കാമെന്ന്. അത് നമ്മൾ കിടക്കുന്നു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക്. ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ഓവറീസ് എലോങ് വിത്ത് എ പെയർ ഓഫ് ഓവിഡക്ട്. അപ്പോൾ ഒരു പെയർ ഓഫ് ഓവറീസ് ഉണ്ട്, ഒരു പെയർ ഓഫ് ഓവിഡക്ട് ഉണ്ട്, ഒരു യൂട്രസ് ഉണ്ട്. ഒരു യൂട്രസേ ഉള്ളൂ, ബാക്കി രണ്ടും പെയറാന്നുള്ള കാര്യം ഓർക്കണം. ഒരു സെർവിക്സ്, ഒരു വെജൈന ആൻഡ് ദ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ലൊക്കേറ്റഡ് ഇൻ ദ പെൽവിക് റീജിയൻ. എക്സ്റ്റേണൽ ജെനൈറ്റാലിയ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദ പാർട്ട് ഓഫ് ദ സിസ്റ്റം എലോങ് വിത്ത് എ പെയർ ഓഫ് ദ മാമറി ഗ്ലാൻഡ് ആർ ഇൻറ്റഗ്രേറ്റഡ് സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി ടു സപ്പോർട്ട് ദ പ്രോസസ് ഓഫ് ഓവുലേഷൻ. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓവുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവേ. പിന്നെ ഫെർട്ടിലൈസേഷൻ, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് ചൈൽഡ് കെയർ. അപ്പം ഫെർട്ടിലൈസേഷൻ നടന്നു, ഫ്യൂഷൻ നടന്നു, പ്രഗ്നൻസി നടന്നു, പിന്നെ ചൈൽഡ് ബർത്ത് ആൻഡ് ചൈൽഡ് കെയർ. ചൈൽഡ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ലാക്ടേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ലാക്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലാക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് കൊടുക്കുന്ന ആ പ്രക്രിയ, ദാറ്റ് ഈസ് ലാക്ടേഷൻ. അത്ര ഓക്കെ ആയി. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഓവറീസ് ആർ ദ പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ ദാറ്റ് പ്രൊഡ്യൂസസ് ദ ഫീമെയിൽ ഗാമീറ്റ് ഓവം. അപ്പം എന്തുകൊണ്ട് അതിനെ പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടാതെ തന്നെ അത് ഹോർമോണും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ അത് ഓവം സെക്രീറ്റ് ചെയ്യുക. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേങ്കിൽ അത് സെവറൽ സ്റ്റിറോയിഡ് ഹോർമോൺസും നമ്മളുടെ ഓവറി സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റിറോയിഡ് ഹോർമോൺസ് ആയ ഈസ്ട്രോജൻ, പ്രൊജസ്റ്റിറോൺ, അതൊക്കെ നമ്മുടെ ഓവറി സെക്രീറ്റ് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ സ്റ്റിറോയിഡ് ഹോർമോൺസ് ഒവേരിയൻ ഹോർമോൺസ് എന്നാണ് അത് അറിയപ്പെടുക. ദ ഒവേരീസ് ആർ ലൊക്കേറ്റഡ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ലോവർ അബ്ഡോമൻ. ഈച്ച് ഓവറി ഈസ് അബൌട്ട് 2 to 4 centimeter in length and it's connected to the pelvic wall and the uterus by ligaments. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കണക്റ്റഡ് ബൈ ലിഗമെന്റ്സ് എന്നാണ് കേട്ടോ. പിന്നെ ഈച്ച് ഓവറി ഈസ് കവേർഡ് ബൈ എ തിൻ എപ്പിത്തീലിയം വിച്ച് എൻക്ലോസസ് ദ ഒവേറിയൻ സ്ട്രോമ. അപ്പം എപ്പിത്തീലിയം വെച്ച് കവർ ചെയ്യുന്നുണ്ട് ഈച്ച് ഓവറി. ദ സ്ട്രോമ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 zones, ദ പെരിഫറൽ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല. അപ്പം ഉള്ളിലായിട്ട് മെഡുലയാണ്, ഔട്ടർ സൈഡിലായിട്ട് കോർട്ടെക്സ് ആണ് വരുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കണം. അടുത്ത വായിക്കാൻ പോകുന്നത് ഭയങ്കര കൺഫ്യൂസിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് കേട്ടോ. ദ ഓവിഡക്ട് യൂട്രസ് വെജൈന കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫീമെയിൽ ആക്സസറി ഡക്ട്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ഏതൊക്കെയാ? ഓവിഡക്ട്, യൂട്രസ്, വെജൈന. ഈ മൂന്നും ആണ് എന്ത്? ഫീമെയിൽ ആക്സസറി ഡക്റ്റായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എന്തിനു ഒഴിവാക്കിയത്? നമ്മുടെ സെർവിക്സിനെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഓഡ് വൺ ഔട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ഒരു സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് സ്ട്രെസ് ചെയ്ത് പറയുന്നത് കുറേ പേര് തെറ്റിക്കുന്ന ഒരു എന്താ പറയുക സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് കേട്ടോ. അതുകൊണ്ടൊന്ന് ഓർത്തിരിക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഈച്ച് ഫെലോപ്പിയൻ ട്യൂബ് ഈസ് അബൌട്ട് 10 to 12 centimeter and extends from the periphery of each ovary
to the uterus. The part closer to the ovary is funnel-shaped infundibulum. The edges of the infundibulum possesses finger-like projections called fimbriae. അതായത് ഈ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചോ. In this diagram, we can say, നോക്ക്, the part of the fallopian tube which is closer to the ovary, ഓവറിയുടെ അടുത്തായിട്ട് ഫണൽ ഷേപ്പിഡിൽ കാണപ്പെടുന്ന ഫെലോപ്പിയൻ ട്യൂബിൻ്റെ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻഫെൻഡിബുലം. അതാണ് നമ്മുടെ എന്താ പറയുക ഇൻഫെൻഡിബുലം. അത് കഴിഞ്ഞ് പിന്നെ the edges of the infundibulum possesses finger like projections called fimbriae. കണ്ടോ, ഈ ഇൻഫെൻഡിബുലത്തിൻ്റെ എഡ്ജിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കണ്ടോ നിങ്ങൾ, വിരൽ പോലത്തെ പ്രൊജക്ഷൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫിംബ്രിയെ, വിച്ച് ഹെൽപ്സ് ഇൻ കളക്ഷൻ ഓഫ് ദ ഓവം ആഫ്റ്റർ ഓവുലേഷൻ. അപ്പം ഈ റപ്ചർ ഓഫ് ദ ഗ്രാഫിയൻ ഫോളിക്കിൾ കഴിയുമ്പം ഈ ഓവം പുറത്തു വരുമല്ലോ, അപ്പം ഈ ഓവത്തിനെ കളക്ട് ചെയ്യുന്നതാണ് എന്ത്, ഫിംബ്രിയെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആംബുള. ആംബുളേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ വൈഡസ്റ്റ് പാർട്ട് ഓഫ് ദ ഫെലോപ്പിയൻ ട്യൂബാണ് നമ്മുടെ ആംബുള. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആംബുളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ എന്താ പറയുക ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് നടക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പോൾ അതായത് നമ്മുടെ ഇസ്തുമസിലേക്ക് എത്തുന്നത് അപ്പോൾ എന്തായിരിക്കും സൈഗോട്ട് ആയിരിക്കും കേട്ടോ, നമ്മുടെ ഇസ്തുമസിലേക്ക് എത്തുന്നത്. അപ്പോൾ നെക്സ്റ്റ് ദ ഇൻഫെൻഡിബുലം ലീഡ്സ് ടു ദ വൈഡർ എന്തായിരിക്കും പറ, ആംബുള. Okay, the wider part of, അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് പാർട്ട് ഓഫ് ദ ഓവിഡക്ട് കാൾഡ് ആംബുള. ഓക്കെ, ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ഓവിഡക്ട്, ദ ഇസ്തുമസ് ഹാസ് എ നാരോ ല്യൂമൻ ആൻഡ് ഇറ്റ് ജോയിൻസ് ടു ദ യൂട്രസ്. അപ്പോൾ നമ്മുടെ ഇസ്തുമസ് ആണ് അവസാനം യൂട്രസിലേക്ക് പോയി ജോയിൻ ചെയ്യുന്നത്. പിന്നെ അത് യൂട്രസ് ഈസ് എ സിംഗിൾ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് വോംബ്. യൂട്രസ് ഒറ്റയാണ്, ഒറ്റ മീൻസ് ഒരെണ്ണേ ഉള്ളൂ. ബാക്കിയൊക്കെ രണ്ടെണ്ണം വീതം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ഓവിഡക്ട് ഓവറി രണ്ടെണ്ണം വീതമുണ്ട്, പേരാണ് നമ്മൾ പറയുന്നത്. പക്ഷേ യൂട്രസ് സിംഗിൾ ആണെന്നുള്ള കാര്യം ഓർക്കണം. നോക്ക് ഇതുപോലത്തെ സിമ്പിൾ കാര്യങ്ങളൊന്നും വിട്ട് കളയരുതേ. കാരണം ചില സമയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ കൊണ്ട് തെറ്റിക്കും. ലൈക്ക് അവർ സെൻറ്റൻസിൽ പറയും വി ഹാവ് എ പെയർ ഓഫ് യൂട്രസ്, പോയില്ലേ മാർക്ക്, ഒന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യണം കേട്ടോ. മാർക്ക് ചെയ്യുമ്പം എൻട്രൻസ് എക്സാം എഴുതുന്ന പിള്ളേരോടാണ് പറയുന്നത്. അതൊക്കെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ, എനിക്കറിയാം നിങ്ങൾക്ക് അറിയാമെന്ന്, പക്ഷേ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തെറ്റിക്കാതെ നോക്കുക. അത് കഴിഞ്ഞിട്ട് ദ ഷേപ്പ് ഓഫ് യൂട്രസ് ഈസ് ലൈക്ക് എൻ ഇൻവേർട്ടഡ് പിയർ. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ലിഗമെന്റ്സ് അറ്റാച്ച്ഡ് ടു ദ പെൽവിക് വാൾ. അപ്പോൾ യൂട്രസിന് ചുറ്റുമായിട്ട് ലിഗമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ യൂട്രസിനെ കറക്റ്റ് പൊസിഷനിൽ നിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് സെർട്ടെയിൻ കൈൻഡ് ഓഫ് ലിഗമെന്റ്സ്. അപ്പോൾ നമുക്ക് MBBS കയറുമ്പം എന്താ പറയുക, യൂട്രസിനെയൊക്കെ പറ്റി, യൂട്രസ് ഒരു എസ്സേ തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് ഈ എക്സാമിന് വരെ ചോദിച്ചതാണ് നമ്മുടെ യൂട്രസ്. അപ്പോൾ യൂട്രസിന് ഏതൊക്കെ ലിഗമെന്റ്സ് ആണ്, കുറേ ലിഗമെന്റ്സ് ഒക്കെ ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് 2-3 ലിഗമെന്റ്സിൻ്റെ പേര് പറയാൻ, നിങ്ങളതൊന്നും പഠിക്കൊന്നും വേണ്ട. യൂട്രസ് ആക്രൽ, റെക്ട്രോ യൂട്രെയിൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ലിഗമെന്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ ലിഗമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം യൂട്രസിനെയൊക്കെ പറ്റി പഠിക്കുമ്പം യൂട്രസൊക്കെ നമ്മൾ ശരിക്കും കാണും. ഡിസെക്ഷൻ ഹോളിലൊക്കെ പോകുമ്പം യൂട്രസൊക്കെ നമ്മൾ ശരിക്കും കാണും. നല്ല രസമാണ് ഇതൊക്കെ. അപ്പം ഞാൻ വിശ്വസിക്കുന്ന അടുത്ത കൊല്ലം നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, യൂട്രസ് കണ്ട എക്സ്പീരിയൻസ്. സംഭവം രസമാണ് അതൊക്കെ. പിന്നെ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. അതിങ്ങനെ യൂട്രസ് ഓപ്പൺസ് ഇൻ ടു വെജൈന ത്രൂ എ നാരോ സെർവിക്സ്. ദ ക്യാവിറ്റി ഓഫ് ദ സെർവിക്സ് ഈസ് കാൾഡ് സെർവൈക്കൽ canal. The cavity of the cervix is called cervical canal, which along with the vagina forms the birth canal. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് കേട്ടോ. അത് പലപ്പോഴും തെറ്റിക്കുന്ന സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ ബർത്ത് കനാൽ എന്ന് പറഞ്ഞാൽ എന്താ ബർത്ത് കനാൽ എന്ന് പറഞ്ഞാൽ? ബർത്ത് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജൈന എലോങ് വിത്ത് സെർവൈക്കൽ കനാലാണ്. അപ്പോൾ ദ ക്യാവിറ്റി ഓഫ് ദ സെർവിക്സ് ദാറ്റ് ഈസ് കാൾഡ് സെർവൈക്കൽ കനാൽ വിച്ച് അലോങ് വിത്ത് ദ വെജൈന ഫോംസ് ദ ബർത്ത് കനാൽ. അപ്പോൾ ബർത്ത് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവൈക്കൽ കനാൽ പ്ലസ് വെജൈന എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക ആ ഒരു സെൻറ്റൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദ വാൾ ഓഫ് ദ യൂട്രസ് ഹാസ് 3 layers. ഇമ്പോർട്ടൻ്റ് ആയിട്ട്, എൻ്റെ അമ്മോ ഇപ്പോൾ ഈ പാരഗ്രാഫ് മൊത്തം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ. അതായത് നമ്മളുടെ ഔട്ടർ മോസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ഏതാ, the external thin membranous perimetrium, middle thick layer of smooth muscle myometrium, അതായത് മസ്കുലാർ ലെയർ ആണ് കേട്ടോ, അത് മയോ എം എന്ന് ഓർക്കുക. പിന്നെ ഇന്നർ ഗ്ലാനുലാർ ലെയർ കാൾഡ് എൻഡോമെട്രിയം. അപ്പം ഈ ഫീമെയിൽസിന് പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ബ്ലഡ് വരാറുണ്ടല്ലോ, അത് നമ്മുടെ ഈ എൻഡോമെട്രിയം പൊട്ടിയിട്ട് എൻഡോമെട്രിയം വരുന്നത് നമ്മൾ മെൻസ്ട്രുവൽ സൈക്കിൾ പഠിക്കുമ്പോൾ അത് കുറച്ചും കൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എൻഡോമെട്രിയം
അപ്പോൾ 3 ലെയറാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. പെരിമെട്രിയം ഔട്ടർ മോസ്റ്റ്, എൻഡോമെട്രിയം ഇന്നർ മോസ്റ്റ്, മയോമെട്രിയം നടുക്കുള്ള മസ്കുലാർ ലെയർ. ഗ്ലാൻസ് കൂടുതലായിട്ടുള്ളത് എൻഡോമെട്രിയത്തിലാണെന്നുള്ള കാര്യം ഓർക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ലൈസ് ഇൻ ദ യൂട്രൈൻ ക്യാവിറ്റി. ദ എൻഡോമെട്രിയം അണ്ടർഗോസ് സൈക്ലിക്കൽ ചേഞ്ചസ്. അതായത് എൻഡോമെട്രിയം റപ്ചർ ആവുന്നുണ്ട്, എൻഡോമെട്രിയം എന്താ പറയുക ഉണ്ടായി വരുന്നുണ്ട്. അതായത് നമ്മൾ പറയുന്നത് എൻഡോമെട്രിയം അണ്ടർഗോസ് സൈക്ലിക്കൽ ചേഞ്ചസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അണ്ടർഗോസ് സൈക്ലിക് ചേഞ്ചസ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ എക്സിബിറ്റ് സ്ട്രോങ്. അപ്പോൾ ഈ ഏത് സംഭവമാണ് എക്സിബിറ്റ് സ്ട്രോങ് കൺട്രാക്ഷൻ? അപ്പോൾ ഈ പ്രസവിക്കുന്ന സമയത്ത് മയോമെട്രിയമാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൺട്രാക്ഷൻ ചെയ്യുന്നത്, അതായത് പ്രൊപ്പൽസ് ദ ബേബി ഔട്ട് ടുവേർഡ്സ്. അപ്പോൾ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് നമ്മുടെ ഈ മസ്കുലാർ ലെയർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, അതെന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ദ മയോമെട്രിയം എക്സിബിറ്റ് സ്ട്രോങ് കൺട്രാക്ഷൻ ഡ്യൂറിങ് ഡെലിവറി ഓഫ് ദ ബേബി. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മളുടെ പെക്ട്രാലിസ് മേജർ എന്ന് പറയുന്ന ഒരു മസിലിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാനുലാർ ടിഷ്യൂ ആണ് നമ്മുടെ മാമറി ഗ്ലാൻഡ്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ തന്നെ കാണാൻ പറ്റും. നമുക്കിവിടെ പെക്ട്രാലിസ് മേജർ നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ റിബ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈച്ച് ബ്രസ്റ്റ് നമുക്ക് മാമറി ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാമറി ലോബ്സിൻ്റെ അകത്ത് മാമറി ആൽവിയോളെ ഉണ്ട്. അതാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. എന്താണ് ഡിവൈഡഡ് ഇൻ ടു മാമറി ലോബ്സ്. ഈ ലോബ്സിനകത്താണ് എന്തുള്ളത്? മാമറി ആൽവിയോളായി. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം എന്താ സംഭവം. എ ഫങ്ഷണൽ മാമറി ഗ്ലാൻഡ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓൾ ഫീമെയിൽ മാമൽസ്. അതായത് എല്ലാ മാമൽസിലും നമുക്കൊരു മാമറി ഗ്ലാൻഡ് കാണാൻ പറ്റും. പക്ഷേ എങ്കിൽ അത് ഫീമെയിൽസിൽ മാത്രമേ ഫങ്ഷണൽ ആയിട്ടുള്ളൂ. മെയിൽസിൽ അത് റൂഡിമെൻ്ററി ആണ്. റൂഡിമെൻ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതാണ്. ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരമില്ലല്ലോ മെയിൽസിൽ. അപ്പോൾ അതാണ് റൂഡിമെൻ്ററി. എല്ലാ മാമൽസിലും മാമറി ഗ്ലാൻഡ് കാണും. അതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ മാമൽസ് എന്ന് വിളിക്കുന്നത്. ദ മാമറി ഗ്ലാൻഡ് ആർ എ പെയർഡ് സ്ട്രക്ചർ breast that contain granular tissue and in variable amount of fat. അപ്പോൾ ഈ amount of fat ആണ് മാമറി ഗ്ലാൻഡിൻ്റെ സൈസ് തീരുമാനിക്കുന്നത്. ദ ഗ്ലാനുലാർ ടിഷ്യൂ ഓഫ് ഈച്ച് ബ്രസ്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു, ഞാൻ പറഞ്ഞ പോലെ തന്നെ 15 to 20 മാമറി ലോബ്സ്. ഈ മാമറി ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടെയ്നിങ് ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ് കാൾഡ് ആൽവിയോളായി. അപ്പോൾ ഈ മാമറി ലോബ്സിനകത്താണ് ആൽവിയോള ഉള്ളത്. ദ സെൽസ് ഓഫ് ആൽവിയോളായി. ഈ ആൽവിയോളയിലുള്ള സെൽസാണ് സെക്രീറ്റ് മിൽക്ക് വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ക്യാവിറ്റീസ് ഓഫ് ആൽവിയോളെ. അതായത് ആൽവിയോളെ എന്ന് പറഞ്ഞാൽ അതിന് 2 ഫങ്ഷൻസ് ആണ് ബേസിക് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് സെക്രീഷൻ ഓഫ് മിൽക്കും ഒന്ന് സ്റ്റോറേജ് ഓഫ് മിൽക്കും. ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ്. ദ ആൽവിയോള ഓപ്പൺസ് ഇൻ ടു മാമറി ട്യൂബ്യൂൾസ്. ദ ട്യൂബ്യൂൾസ് ജോയിൻസ് ടു ഫോം മാമറി ഡക്ട്. Several mammary duct join to form a wider mammary ampulla which is connected to lactiferous duct through the milk is sucked out. വെരി ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. അത് കോഡാക്കി ഞാൻ പറഞ്ഞുതരാം ബേസിക് ആയിട്ട്. അപ്പം ഞാൻ ഓർക്കാൻ ഉപയോഗിച്ച കോഡാണ് 2ഡ അമ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ആൽവിയോളെല്ലാം കൂടെ ചേർന്നിട്ട് ഏതാ മാമറി ട്യൂബ്യൂൾ ഫോം ചെയ്യും 2a. പിന്നെ ഡ ഫോർ ഡക്റ്റ്. ഈ മാമറി ട്യൂബ്യൂളെല്ലാം കൂടെ ചേർന്നിട്ട് മാമറി ഡക്റ്റ് ഫോം ചെയ്യും. ഈ മാമറി ഡക്റ്റ് എല്ലാം കൂടെ ചേർന്നിട്ട് മാമറി ആംബുല ഫോം ചെയ്യും, വൈഡസ്റ്റ്. അതിനുശേഷം പിന്നെ ഈ മാമറി ആംബുല എല്ലാം കൂടെ ചേർന്നിട്ട് ലാക്ടിഫറസ് ഡക്റ്റ് ഫോം ചെയ്യും. അപ്പോൾ ഞാൻ ഉപയോഗിച്ച കോഡാണ് 2ഡ അമ്ല. നിങ്ങൾക്കും അത് ഉപയോഗിക്കാവേ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മറക്കില്ല. അത് പിന്നെ ബേസിക് ആയിട്ട് നമ്മുടെ മെമ്മറി ഇരിക്കും. എപ്പോൾ ചോദിച്ചാലും നമുക്ക് പറയാനും പറ്റും. ഒന്നുമില്ലെങ്കിൽ ഓപ്ഷൻ കാണുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് കറക്കി കുത്താൻ പറ്റും. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? ഐ വാണ്ട് യുവർ ഫീഡ്ബാക്ക്. നിങ്ങളുടെ ഹോണസ്റ്റ് ഫീഡ്ബാക്ക് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്തൊക്കെ രീതിയിൽ എനിക്ക് ഈ ക്ലാസ് മോഡിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു തരണം. പിന്നെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ടൈപ്പ് ചെയ്ത് ഇടാവുന്നതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ലെറ്റ്സ് മൂവ് ദിസ് പ്രോഗ്രാം ആൻഡ് ലെറ്റ്സ് മേക്ക് ദിസ് പ്രോഗ്രാം എ ബെറ്റർ വേൾഡ്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും നമ്മൾ പാർട്ട് 3 ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും പോയി. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ തന്നെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ലെറ്റ് ദം ഓൾസോ ഗ്രോ വിത്ത് യു ഗൈസ്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം അക്കു, സൈനിങ് ഓഫ്. പോകാൻ വരട്ടെ. NCERT പഠിക്കാൻ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് NCERT ലൈൻ ബൈ ലൈൻ പഠിച്ചാൽ മാത്രം നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻട്രൻസ് നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ NCERT ലൈൻ ബൈ ലൈൻ പഠിക്കണം. അപ്പോൾ കുറേ പിള്ളേർക്ക് അറിയില്ല എങ്ങനെയാണ് NCERT ലൈൻ ബൈ ലൈൻ പഠിക്കുക. ഞാനിപ്പോൾ പഠിപ്പിച്ച ആ ഒരു രീതി അങ്ങനെയാണ് ഗൈസ്. NCERT ലൈൻ ബൈ ലൈൻ പഠിക്കുക. ഓരോ സെൻറ്റൻസും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം.
അപ്പം ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ ക്ലാസ് ഒന്ന് കാണാം. പിന്നെ ഇതൊരു ഓഡിയോ ബുക്ക് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ജസ്റ്റ് ഹെഡ്ഫോൺസ് വെക്കുക, അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കുക, സിമ്പിളായിട്ട് കേൾക്കുക. ലൈക്ക് ഒരു റിവിഷൻ പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഇത്. അവസാന സമയങ്ങളിൽ ഡബിൾ സ്പീഡ്, ട്രിപ്പിൾ സ്പീഡ്, 4 സ്പീഡ് എല്ലാം ഇട്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.